ഈ ഭൂമിയിലെ ഏറ്റവും നല്ല വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കരുത്. നിങ്ങൾക്ക് ചേർന്ന് പോകുന്നൊരു വ്യക്തി. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അപ്പൻ യാത്രാപ്രിയനും അമ്മ വീട്ടിൽ ഒതുങ്ങിയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പച്ചൻ 10ാം ക്ലാസ്സിൽ ഇപ്പോൾ ഇസ്രായേലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പന് യേശുവിനെ കുറിച്ച് തറച്ച നാടുകളൊക്കെ കാണണം. അമ്മ പറഞ്ഞു മക്കൾക്കൊന്നും ജോലി ആയിട്ടില്ല, പൈസ ഇല്ല, എന്തോ ഒരു എമൗണ്ട് ആവും ഇതിന്. അപ്പം പറഞ്ഞു എടി ഇതിനൊക്കെ ഒരു സമയം കാലം നോക്കിയാൽ നമ്മൾ ഇങ്ങും എത്തില്ല, നീ ഇപ്പം വാ. അമ്മ പറഞ്ഞു നടക്കൂല. അപ്പം പറഞ്ഞു എനിക്ക് പോയേ പറ്റൂ, നീ ഇതെങ്ങനെ പറയണേ, നമ്മളങ്ങനെ ഒരുമിച്ച് എങ്ങും പോയിട്ടില്ലല്ലോ, മക്കളൊക്കെ എങ്ങനെയൊക്കെ എത്തിക്കോളും. അപ്പം അമ്മ പറഞ്ഞു നിങ്ങൾക്ക് അത്ര താല്പര്യം നിങ്ങളവിടെ തന്നെ പോ. എൻ്റെ അപ്പൻ അനുസരണയുള്ള ഒരു ഭർത്താവാണ്. പുള്ളി തന്നെ പോയി. ഇന്നും അമ്മേ നമുക്ക് സർവമായ കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കോ, അപ്പനപ്പ കിടന്നിങ്ങനെ വെച്ചാൽ ഇത് എന്താ ഇങ്ങനെ വരാം. അപ്പം അപ്പ ആക്സെപ്റ്റ് ഇറ്റ്. എത്ര വർഷമായി? 50 വർഷം ആവാൻ പോവല്ലേ കല്യാണം കഴിച്ചിട്ട്. ഇപ്പോഴിതിങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് മൈ മദർ. പോലെ അപ്പൻ എല്ലാവരും നാട് നന്നാക്കി കിടക്കുന്ന ഒരാളാണ്. നാട് നന്നാക്കി കിടക്കുന്ന ഒരാൾ. ഞങ്ങളുടെ വീട്ടിൽ കുട്ടിക്കാലം തുടങ്ങി മക്കൾക്ക് എന്ത് അച്ചീവ്മെന്റ്സ് ഉണ്ടായാലും ഈ അച്ഛന്മാരും കന്യാസ്ത്രീമാരും വന്നിട്ട് പറയുന്നു ആ ജോസാറിൻ്റെ ഒരു മിടുക്ക് മക്കൾക്ക് കിട്ടാണ്ടിരിക്കുമോ. ഞങ്ങളെ പഠിപ്പിച്ചതും ഭക്ഷണം ഉണ്ടാക്കി തന്നതും എല്ലാം ചെയ്ത അമ്മയാണ്. ഒരു കന്യാസ്ത്രീ വീടിൻ്റെ മുമ്പിലിരുന്നിട്ട് അപ്പനെ പൊക്കി പറയുമ്പോൾ അമ്മ അകത്തിരുന്ന് ചപ്പാത്തി മലത്തി അടിക്കും. ഇങ്ങനെ ഇതാ കന്യാസ്ത്രീനെയാണ് മലത്തി അടിക്കുന്നത്. അപ്പനോട് ഞാൻ പറയും, അമ്മയോട് ഞാൻ പറയും, അപ്പനിങ്ങനെ നടന്നതുകൊണ്ട് അമ്മേ നമുക്കൊരുപാട് കോണ്ടാക്റ്റുകൾ കിട്ടിയില്ലേ. മൂത്ത ചേട്ടൻ ആദർശന് ജോലിയുടെ ഒരു തടസ്സം വന്നപ്പോൾ അപ്പനിങ്ങനെ നടന്നത് കൊണ്ടുണ്ടായ ഒരു ബന്ധത്തിൻ്റെ റെക്കമെൻഡേഷൻ അല്ലേ ആദർശന് ജോലി കിട്ടിയത്. ഒന്നും അതിൽ തന്നെ പാഴായിട്ടില്ല അമ്മേ. അപ്പനിനി പിടിച്ച് ഇയാളെ വീട്ടിലിരുത്തി എല്ലാ നേരം നാട് നന്നാക്കാൻ നടക്കുന്നു. ചിലപ്പോൾ അപ്പൻ അതില്ലെങ്കിൽ അപ്പം മരിച്ചു പോയാലോ. അപ്പനിങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഓരോ പരിപാടികൾ പോവുക, സംഘടിപ്പിക്കുക, അതിലാണ് അപ്പൻ്റെ ലൈഫ്. അമ്മയ്ക്ക് ആഗ്രഹിക്കുന്ന പോലെ അപ്പൻ ഇവിടെ കെട്ടിയിട്ടാൽ അപ്പൻ വീട്ടിലുണ്ടാവും, അത് അപ്പനായിരിക്കില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടീസ് കമ്പാഷൻ, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ഫോമോയുടെയും ഫോബോയുടെയും ഉത്തരം. എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ ഏറ്റവും ഒച്ചയടിക്കുന്ന സ്ത്രീയാണ്. ബൈക്കിൻ്റെ കീ എവിടെയാണെന്ന് അപ്പനോട് ചോദിച്ചാൽ അപ്പൻ വനദേവതയായിട്ട് ഇതായിരിക്കുമോ നിന്റെ ബൈക്കിൻ്റെ കീ എന്ന് ചോദിക്കുന്ന അത്രയും വിശുദ്ധനാണ്, ജെന്റിലാണ്. അമ്മയോടെങ്ങാൻ ചോദിക്കുകയാണ് ബൈക്കിൻ്റെ കീ കണ്ടോ അമ്മേ, ഞാൻ വീട്ടിൽ ബൈക്ക് ഓടിച്ചാള്, കമ്മേ നിനക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നീ ചെയ്യടാ. അവർ ഒച്ചയെടുത്തത് എന്തിനാണെന്ന് മനസ്സിലാക്കാൻ കുറേ കാലം എടുത്തു. വീട്ടിലെ എല്ലാ പണിയും എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് ജെന്റിലാവാൻ സമയം കുറവാണ്. അപ്പം നാട് നന്നാക്കി തിരിച്ചു വരുമ്പോൾ ജെന്റിലാവാൻ എളുപ്പമായിരുന്നു. ദാറ്റ് ഡസന്റ് മീൻ മൈ ഫാദർ ഇസ് ബെറ്റർ. ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, ഈ അപ്പൻ ഇങ്ങനെ പുറത്ത് നടക്കുന്നതുകൊണ്ടും കുടുംബത്തിന് ഉപകാരമുണ്ട്. എൻ്റെ അമ്മ ഇങ്ങനെ ഒച്ചയെടുക്കുന്നതുകൊണ്ട് അവർ മോശപ്പെട്ട സ്ത്രീ ആകുന്നില്ല, വീട്ടിലെ പണി മുഴുവൻ അവരാണ് എടുക്കുന്നത്. അങ്ങനെ എപ്പോഴും ഒച്ചയെടുക്കുന്ന സ്ത്രീ എന്ന് പറഞ്ഞ അമ്മയോട് തർക്കിച്ചിരുന്ന മകൻ അമ്മയുടെ പേര് സ്വന്തം പേരിൽ ചേർത്തു, മകൻ ഫേമസ് ആയി. എൻ്റെ അമ്മയെ ഏതാണ്ട് ഒരു 10-20 കൊല്ലം കളിയാക്കിയ ഒച്ച അമ്മ എന്താ ഇങ്ങനെ, അമ്മയ്ക്ക് മിണ്ടാണ്ടിരുന്നത്, എല്ലായിടത്തും കയറി കക്ക. പിന്നെ എനിക്ക് മനസ്സിലായി ഷീ ഹാസ് ബിക്കം ലൈക്ക് ദാറ്റ്, ഓർ വി മെയ്ഡ് ഹെർ ലൈക്ക് ദാറ്റ്. 4 ആമ്പിള്ളേരുടെ ജീവിതം, എൻ്റെ അപ്പന് 3 ആമ്പിള്ളേരും. പ്രാക്ടീസ് കമ്പാഷൻ, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ, ഇപ്പം ഇവിടെ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവുമല്ലോ, 5000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് ഇൻഫ്ലുവൻസറാണ്. എൻ്റെ ഓർമ്മയിൽ ഗാന്ധിജി അബ്ദുൽ കലാമൊക്കെ ആയിരുന്നു ഇൻഫ്ലുവൻസർ. എന്നെ പരിചയപ്പെടാൻ പറഞ്ഞത് ഹായ് ജോസഫ് ഞാൻ ഇൻഫ്ലുവൻസറാണ്, ആര് പറഞ്ഞിട്ട് എന്നെ താങ്ക് യു എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാതിരുന്നത്. ഇവിടെ എന്തൊക്കെ എഴുതിയാണെങ്കിൽ മോട്ടിവേഷണൽ സ്പീക്കറിന് എന്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ വിളിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹ്യൂമൻ ഹൂ ഈസ് പ്രാക്ടീസിങ് കമ്പാഷൻ. ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ച്, പബ്ലിഷറാണ് അവൻ, ഞാൻ പറഞ്ഞടാ നമ്മുടെ ഡിസ്കഷൻ കുറച്ച് ഡിലേ ആവും, സ്പീക്കർ വന്നിട്ടുണ്ട്, ഹീസ് ഇമ്പോർട്ടൻറ്റ്, ഞാൻ കുറച്ച് ഡിലേ ആവും. അല്ലാണ്ട് ഇവിടെ കണ്ടിട്ട് എന്താ ഓർഗനൈസർ വിളിച്ചിട്ട് ഇത് പരിപാടി പെട്ടെന്ന് തീർക്ക്. നോ, നല്ല രീതിയിലൊരു സെഷൻ പോയിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ ചോദ്യം ചെയ്യുന്ന, ആളുകൾ എൻജോയ് ചെയ്യുന്നു. അവന് വേണമെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ പല കാര്യങ്ങൾക്കും ഉത്തരവുണ്ട്. ഞാൻ ഫോം അനുഭവിച്ച ചില സന്ദർഭങ്ങളുണ്ട്. ആദ്യത്തെ ഓർമ്മ ഞാൻ ഒറ്റപ്പെട്ടതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ സെമിനാരി പഠിച്ച ഒരാളാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ്
സെമിനാറിൽ ബാസ്കറ്റ്ബോൾ ടീമിൽ കയറുക എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഞാൻ തിരക്കേടില്ലാണ്ട് കളിക്കും. ഇപ്പം എൻ്റെ സീനിയർ ബ്രദറോട് ഞാൻ ചോദിച്ചു, ഞാൻ ടീമിലുണ്ടോ? അപ്പോൾ അവൻ പറഞ്ഞു, ടീമിലുണ്ടെങ്കിൽ നാളെ നമ്മുടെ താഴത്തെ ക്ലാസ് റൂമിൽ ജേഴ്സീസ് ഉണ്ടാവും, ആ ജേഴ്സിയിൽ നിന്റെ പേരുണ്ടെങ്കിൽ നീ ടീമിലുണ്ട്. ഞാൻ പ്രതീക്ഷയോടുകൂടി പിറ്റേ ദിവസം രാവിലെ ക്ലാസ് റൂമിൽ ചെന്ന് ഓരോ ജേഴ്സിയും മറച്ചു നോക്കാണ്. പോൾ, ജേക്കബ്, ജോൺ, ജോതിസ്, എൻ്റെ പേരില്ല. മറിച്ചും തിരിച്ചും നോക്കി. ഞാൻ ഈ സീനിയറായിട്ടുള്ള ക്യാപ്റ്റനോട് ചോദിച്ചു, എൻ്റെ പേര് കണ്ടില്ലല്ലോ. നിന്റെ പേരില്ലെങ്കിൽ നീ ടീമിലില്ല. പിന്നീട് ഞാൻ തിരിച്ചറിയാണ്, 3 ആഴ്ച മുമ്പ് പ്രിന്റ് ചെയ്യാൻ കൊടുത്താണ് ആ ജേഴ്സി. 3 ആഴ്ച മുമ്പ്. അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ആരൊക്കെ ടീമിലുണ്ട്. ഐ ഫെൽറ്റ് ഫോമോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഞാൻ എൻ്റെ കുടുംബത്തിലെ 3ാമത്തെ മകനാണ്. എൻ്റെ അപ്പനും അമ്മയും കുട്ടിക്കാലം തുടങ്ങി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ പ്രതീക്ഷിക്കാണ്ടുണ്ടായ മകനാണെന്നാണ്. എനിക്ക് ഇതുവരെ അത് പിടുത്തം കിട്ടിയിട്ടില്ല എങ്ങനെയാണ്. ഇങ്ങനെ ആൾക്കാർ ഊഷ് മൈ ഗോഡ് ദേർ ഈസ് എ കിഡ്. കൃത്യമായി നമ്മൾ ജനിച്ചതിൻ്റെ പോലെ ഓണർഷിപ്പ് എടുക്കുന്നില്ല. ഞാനെന്താ യേശു ക്രിസ്തു? കുട്ടിക്കാലം കൊണ്ട് കേൾക്കുന്നതാണ് പ്രതീക്ഷിക്കാനുണ്ടായ മകനാണ്, പ്രതീക്ഷിക്കാതുണ്ടായ മകനാണ്. അതുകൊണ്ട് എന്നെ ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഭയങ്കര വാശിക്കാരനായിരുന്നു. അധ്യാപക ദമ്പതികളുടെ മകനായി ഞാൻ 9ാം ക്ലാസ്സിൽ തോറ്റിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ തോറ്റിട്ടുണ്ട്. ക്യാൻ യു ബിലീവ്? കുട്ടിക്കാലോട് കേട്ടത് അതാന്നേ. എൻ്റെ അപ്പനമ്മയും കുറച്ചുകൂടി കമ്പാഷനേറ്റ് ആയിരുന്നെങ്കിൽ, എന്നെ അക്കോമഡേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അത്രയും മോശപ്പെട്ടവനാവില്ലായിരുന്നു. എന്തൊക്കെയോ കൃപ കൊണ്ട് വഴിതെറ്റി തിരക്കേടില്ലാത്തൊരു പാത്തിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ. ഇന്ന് എൻ്റെ അപ്പൻ്റെ അമ്മയോടൊപ്പം കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ജീവിക്കുന്നത് ഞാനാ. അപ്പനെ ആശുപത്രി കൊണ്ടുപോകാൻ, അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ, അമ്മേനെ ആശുപത്രി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ആദ്യം മരുന്ന് കഴിക്കമ്മേ. എന്നിട്ട് അമ്മ വീഡിയോ കോളിൽ മൂത്ത മകൻ ആദർശിനെ വിളിക്കും, ആർസേ ആശുപത്രി പോയി, ഒരു കുഴപ്പമില്ല, നമ്മുടെ ജോസഫ് ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാത്തിനും സമാധാനമുണ്ട്. പ്രതീക്ഷിക്കാതെ ഉണ്ടായ മകനാണ് അവരുടെ പ്രതീക്ഷ. യു നെവർ നോ. യു നെവർ നോ. നിങ്ങൾ ഇന്ന് കുറ്റം പറയും നിങ്ങളുടെ മകൻ. ഇപ്പം വിദ്യാർത്ഥികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഇന്ന് എന്തിൻ്റെ പേരിലാണോ പരിഹസിക്കപ്പെടുന്നത്, യു നെവർ നോ. വിൽ സ്മിത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് വിൽ എന്നാണ്. വിൽ, അതൊരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ഉണ്ട്. ഞാൻ പേടായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തൊരു വചനമല്ല വാക്ക്, അത് സെമിനാരിൽ പോയിട്ടാണ് വചനം എന്നൊക്കെ ഒന്ന് വാചകം പറയാൻ പറഞ്ഞാൽ അതിതാണ്: ദിസ് യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദ ലോ ഓഫ് മാജിക് നോട്ട് ലോജിക്. ദിസ് യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദ ലോ ഓഫ് മാജിക് നോട്ട് ലോജിക്. ലോജിക്കുകളുടെ ബേസിലല്ല എന്ന് തോന്നുന്നു ഈ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. കാരണം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെയോ മാജിക് നടന്നുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നെത്തിയിരിക്കുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രസംഗത്തിന് എൻ്റെ സ്റ്റേജിലേക്ക് വിളിച്ചു. അന്ന് എൻ്റെ ചേട്ടൻ എഴുതുന്ന പ്രസംഗം ഉണ്ടായിരുന്നു. അതിലൊരു വരി ഇങ്ങനെയാണ്: ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ വിരിമാറി വിരിച്ചു നിന്ന ധീര ജവാന്മാരുടെ ചുടുനിണം വീണ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം. ഞാൻ ചോദിച്ചു, ചേട്ടൻ ഇതൊക്കെ പറയണോ? അപ്പോൾ ഇത് പറയണം, ഇത് ജോസാർ എഴുതുന്നതാണ്, നല്ല വരി, രോമാഞ്ചം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുക. പ്രസംഗം കേൾക്കാൻ ചേട്ടൻ വന്നിട്ടുണ്ട്. പ്രാഞ്ചേട്ടൻ്റെ പ്രസംഗം കേൾക്കാൻ ഇന്നസെൻ്റ് വന്നിരിക്കണം. എൻ്റെ അപ്പനും അമ്മ എൻ്റെ ആദ്യത്തെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നു. ഓൾറെഡി കുരുത്തം കെട്ട ചെക്കൻ 4ാം ക്ലാസ്സിൽ എത്തി തുടങ്ങി. മാനസാസന് വിനീതമായി കുപ്പുകൈ. ഇന്ന് ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം. ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ, ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ. ഇപ്പൊ ചേട്ടൻ അവിടെ നിന്നിട്ട് വിരിമാറടാ കഴിഞ്ഞ് ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ. കന്യാസ്ത്രീ വന്ന് ചെവിക്കൂടെ പറഞ്ഞത് മൈക്കിക്കൂടെ കേട്ടു, വെടിവെച്ചത് മതി പോരെ. സ്റ്റേജ് കണ്ട കാല് വിറയ്ക്കുന്ന ഞാൻ. അത് കഴിഞ്ഞ് അടുത്ത സ്പീച്ചിന് കയറുന്നത് KCSL, കേരള കാത്തലിക് സ്റ്റുഡൻസ് ലീഗിന്റെ ലീഡർ ആവാൻ 6ാം ക്ലാസ്സിൽ എന്നെ ഇതുപോലെ തള്ളിവിട്ടു. അപ്പനമ്മ അധ്യാപകരാണ്, അതുകൊണ്ട് തള്ളിവിടും. അധ്യാപകരുടെ മകൻ, ഇവിടെ അധ്യാപകരുടെ മക്കൾ ആരെങ്കിലും ഉണ്ടോ? കൈവക്കാവോ? ഒരു 7 പേരുണ്ട്. നമുക്ക് 1 മിനിറ്റ് അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാം. എന്താണല്ലേ ഇത് ജോസാറിന്റെ മോൻ, അന്നംകുട്ടി ടീച്ചർ മോൻ. ഇതാണ് ജീവിതം. KCSL ലീഡർഷിപ്പ് എനിക്കൊരു താല്പര്യമില്ല കയറാൻ. ഇപ്പം ടീച്ചർ, ജോസഫ് നമ്മുടെ സ്കൂളിനെ റെപ്രസെൻറ്റേറ്റീവ് നീ കയറണം, ജോസാറിൻ്റെ ജീനല്ലേ, അതൊക്കെ പ്രതീക്ഷിക്കാനുണ്ടായതാണ്. നമ്മളെ സ്റ്റേജിലേക്ക് തള്ളിവിടുന്നു. ഫോർമാറ്റ് എനിക്കറിയാം. മാന്യസാസന വിനീതമായി കുപ്പുകൈ. ഇന്ന് KCSLന്റെ ലീഡർഷിപ്പ് തെരഞ്ഞെടുപ്പാണല്ലോ. എന്നെ ലീഡറായി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ KCSLന് നേരെ ചീറിപ്പായുന്ന എല്ലാ വെടിയുണ്ടകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ വിരിമാറി വിരിച്ച് കാണിക്കുന്നതായിരിക്കും. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞിറങ്ങി. കുട്ടികളോട് ചോദിക്കും, ജോസഫ് ലീഡറായി വരണമെന്നുള്ളവർ കൈപൊക്കിയേ.
നിഷ PS എന്നൊരു കുട്ടി കൈപൊക്കി. അവൾ 4ാം ക്ലാസ്സിൽ എൻ്റെ വെടിയുണ്ട ലൈവ് കേട്ടതാണ്. നിങ്ങളൊന്ന് ആലോചിക്കൂ, വർഷങ്ങൾ ഒരുപാട് കടന്നു വന്നു. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്യൂച്ചർ സമ്മിറ്റിൽ ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കൈയടിക്കുന്നു, നിങ്ങൾ ചിരിക്കുന്നു. ദിസ് യൂണിവേഴ്സ് വർക്ക് അണ്ടർ ദ ലോ ഓഫ് മാജിക്, നോട്ട് ലോജിക്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ടോപ്പിക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ലൈഫിൽ നിങ്ങൾ എത്ര ഉന്നതിയിലെത്തിയാലും ലൈഫ് ഈസ് നോട്ട് പെർഫെക്റ്റ്. സിനിമയിൽ കയറാൻ ആഗ്രഹിച്ച ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഓസ്കാർ കിട്ടിയ ആൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സിനിമയിലൊന്നൊരു റോള് കിട്ടിയിരുന്നെങ്കിൽ അന്വേഷിച്ച് മടുത്ത് എൻ്റെ ജീവിതം ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ ആൾ ആത്മഹത്യ ചെയ്തു, ഓസ്കാർ കിട്ടിയവൻ ആത്മഹത്യ. അപ്പോൾ ഓസ്കാർ അല്ല പ്രശ്നം, സിനിമയല്ല പ്രശ്നം. ഫോബോയ്ക്കും പ്രാക്ടീസ് കമ്പാഷൻ, അവനവനോട് കുറച്ചുകൂടി കരുണാണെങ്കിൽ, ചുറ്റുമുള്ളവർ കരുണാണെങ്കിൽ. ഒരു കാര്യം കൂടി പറയാം, ഒരു കൂട്ടുണ്ടായിരിക്കണം. ഒരു കൂട്ട് എല്ലാം തുറന്നു പറയാം. ഒരു ഗുരു നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കൂട്ടുകാരൻ. ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി എത്ര 800 കോടി മനുഷ്യർ ജീവിക്കുന്ന ഈ ഭൂമിയിൽ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? പണ്ടൊരാൾ പറഞ്ഞോണം, ചേട്ടാ എൻ്റെ കൂടെ വന്ന 50 പേർക്ക് വഴി തെറ്റിയെന്ന്. വഴി തെറ്റിയത് പുള്ളിയാണ്. പുള്ളി എൻ്റെ കൂടെ വന്ന 50 പേർക്ക് വഴി. നമ്മൾ ഓൺ ചെയ്യണം. എന്നെ എന്താ ആരും വിളിക്കാത്തേ? ആസ്ക് യുവർ സെൽഫ്, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പറയുന്ന എൻ്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചില ആളുകൾ വരുമ്പോൾ നമ്മളിങ്ങനെ ഉള്ളിൽ നിറയും, എടാ എവിടെയായിരുന്നു വാ. ചിലർ കണ്ടല്ലോ, മൈ ഗോഡ് എസ്കേപ്പ്. നിങ്ങൾ എസ്കേപ്പിലാണോ വരുന്നത്, അത് നിങ്ങളെ കാണുമ്പോൾ മനുഷ്യ ഹൃദയം തുടിക്കുന്നുണ്ടോ? വർക്ക് ഓൺ യുവർ സെൽഫ്. ഐ എം നോട്ട് പെർഫെക്റ്റ്. ഈ ഞാൻ നാളെ ആത്മഹത്യ ചെയ്തുള്ള വാർത്ത കേട്ടാൽ ഞെട്ടൊന്നും വേണ്ട. എനിക്കൊരു കൂട്ടില്ലായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റുന്നത്, ജീവിതം മുമ്പോട്ട് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന 6 പേര് എനിക്ക് സ്വന്തമായിട്ടുണ്ട്, എൻ്റെ അപ്പനും അമ്മയും അല്ലാണ്ട്. ഒന്ന് വിളിച്ചാൽ ബൈക്ക് എടുത്ത് വരാൻ ഒരാളുണ്ട്. എടാ തകർന്നിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടാവാന്ന് പറയാൻ ആളുണ്ട്. എന്നെനിക്ക് ചായ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഭാര്യ എനിക്കൊരു തോളുണ്ട്. ആരെങ്കിലും നിങ്ങൾ കണ്ടെത്താതെ ഇവിടെ നിന്ന് കടന്നു പോകരുത്. ആത്മഹത്യ എന്ന് ചിന്തിക്കുമ്പോൾ ആർക്കും ചിലപ്പോൾ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരും മരിച്ചിട്ടുണ്ടാവും. നമ്മൾ എത്ര തവണ മടിപ്പിലൂടെ കടന്നു പോയണോ? നിങ്ങൾ ചതിക്കപ്പെടും. പ്രണയം, ബ്രേക്കപ്പ്, ഇതിൻ്റെ പേരിലൊന്നും ഈ ലൈഫിനെ ഇങ്ങനെ കളയരുത്. കാരണം നിങ്ങളിപ്പോൾ ഇവിടെ ഒരു കൗണ്ട് എടുക്കുകയാണെങ്കിൽ ബ്രേക്കപ്പ് ലൈഫിൽ ഉണ്ടായവർ വലതുവശത്തേക്കും അല്ലാത്തവർ ഇടതുവശത്തേക്കും മാറാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലോ എന്നറിയാൻ, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും സങ്കടം ഉണ്ടെന്ന്, എല്ലാവർക്കും സങ്കടം. നമ്മുടെ മാത്രമാണെന്ന് കരുതുമ്പോഴാണ് നമുക്ക് ഫോമോ തോന്നുന്നത്. ഇത്രയും നേരം രസകരമായി എന്നെ കേട്ടിരുന്നതിന് താങ്ക് യു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയാവുന്നതാണ്, ഞാൻ ആൻസർ ചെയ്യാം. താങ്ക് യു വെരി മച്ച്.